ഹലോ എവ്രി വൺ. അപ്പം ഇന്ന് ഞങ്ങൾക്ക് ഈവനിങ് ഞങ്ങളൊരു കപ്പയും മീനും ഉണ്ടാക്കാമെന്ന് വെച്ചു. സാധാരണ കപ്പ ചെണ്ടമുറിയനും പിന്നെ മീനും വറുക്കാമെന്ന് വെച്ചു, പിന്നെ ഒരു ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വെച്ചു. അപ്പോൾ ഞങ്ങളുടെ ഒരു ഈവനിങ് വ്ളോഗാണ്. ഇന്ന് അവധി ദിവസമാണ്. അപ്പം ഞാനും ബ്രണ്ണും കൂടെ ഒരു കപ്പയും മീൻ വറുത്തതും ചമ്മന്തിയും കൂടെ ഉണ്ടാക്കി ഡിന്നറിന് കഴിക്കാൻ പോകണം. കപ്പ കഷ്ണങ്ങളാക്കിയിട്ട് അതിൻ്റെ തൊലി കളയുക. ഇത് കഴുകി എടുക്കണം. അത് ഞങ്ങൾ പച്ചക്കറി മാർക്കറ്റിൽ പോയപ്പോൾ നല്ല കപ്പ കണ്ടു. അവിടെ ശ്രീലങ്കൻ കപ്പയാണ്. അധികം ഒന്നും വാങ്ങിയില്ല, ഞങ്ങൾ ഇച്ചിരി കപ്പ വാങ്ങിയുള്ളൂ, ഞങ്ങൾക്ക് രണ്ടുപേർക്ക് മാത്രം. ഇതാണ് ഫിഷ് സീബ്രീമാണിത്. ഇതിന് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചേക്കുമായിരുന്നു, ഐസായിരിക്കുമായിരുന്നു. അതിന് നല്ലതായിട്ട് ഉപ്പിട്ട് കഴുകി എടുത്തിട്ട് വറക്കണം. ഇനി കപ്പ കഴുകാൻ പോവാം. നമ്മള് ദൈറ വാട്ടർ ഫ്രണ്ട് മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച നല്ല ഫ്രഷ് ഫിഷാണിത്. നല്ല പിടയ്ക്കണ ഫിഷായിരുന്നു. അപ്പോൾ അത് നമ്മൾ ഇന്ന് കാണില്ലേ, നല്ല ഫ്രഷ് ഫിഷാണ്. എപ്പോഴും ഫ്രഷ് ഫിഷിന് അതിനൊരു പ്രത്യേക ടേസ്റ്റ്. ഇത് സീബ്രീം. അതിന് നെയ്യ് കണ്ടോ, വെള്ളത്തിൽ തന്നെ കാണാം നെയ്യ് ഇങ്ങനെ പോയി കിടക്കുന്നത്. സീബ്രീമാണ്. ഒത്തിരി omega-3 ഉള്ളൊരു മീനാണ് ഇത് omega-3 വളരെ. നാട്ടില് ഞാൻ ഈ മീൻ കണ്ടിട്ടില്ല, എനിക്കറിയില്ല. ഇവിടെ ഇതിന്റെ ഫാമുണ്ട്. പിന്നെ വേറെ ഏതോ രാജ്യത്തിൽ നിന്നൊക്കെ വരുന്നുമുണ്ട്. ഇത് ഫാമിൽ നിന്ന് കൊണ്ടുവന്നാണ് ഇന്നലെ അവിടെ പറയുന്നുണ്ടായിരുന്നു മീൻകാരൻ. ശ്രീലങ്കൻ കപ്പയാണ്. നമ്മുടെ തിരുവനന്തപുരത്തൊക്കെ ഇതിനെ മരിച്ചീനി എന്ന് പറയും. മരച്ചീനി. ഉപ്പിട്ട് കഴുകി എടുക്കുക. ഒരു 3-4 തവണയെങ്കിലും മീൻ കഴുകി എടുക്കണം. എല്ലാവർക്കും അറിയാമല്ലോ അതൊക്കെ. ഇത് വറക്കാം. പിന്നെ അവിടെ നിന്ന് ടിഫിനിങ് എടുത്താൽ അത് അതിനകത്തോട്ട് വെക്കാം. ഇതെല്ലാം ഞാൻ ഫ്രൈ ചെയ്യാൻ എടുക്കുവാണ്. കഷ്ണങ്ങളെല്ലാം കാണാൻ നല്ല ഭംഗിയുള്ള കഷ്ണങ്ങളെല്ലാം ഫ്രൈ ചെയ്യാം. ഭംഗിയില്ലാത്തതിനൊക്കെ കറിക്കാം, മതിയല്ലോ. അപ്പൊ ഈ തല എന്തിനാണ്? തലയും കറിക്കിടാന്. പക്ഷെ നല്ലതായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ അതിലോട്ട് മസാല ഇടാൻ പോവാ. അപ്പം ഞാൻ ഇടുന്ന മസാല എന്താ ഞാനിന്ന് പറയാം. ബിക്കോസ് എന്നോട് 1-2 പേര് ചോദിച്ചിരുന്നു എന്ത് മസാലയാണ് ഫിഷ് ഫ്രൈയിൽ ഇടുന്നതെന്ന്. അതുകൊണ്ട് സാധാരണ എല്ലാവരും ഇടുന്നത് തന്നെ, എന്നാലും ഒന്നുകൂടെ പറഞ്ഞേക്കാം. മസാല ഇടുമ്പോഴുണ്ടല്ലോ ഞാൻ എന്തെന്ന് വെച്ചാൽ ഞാൻ വേറെ ഒരു ചെറിയ പാത്രത്തോട്ട് മസാല എല്ലാം കൂടി എടുത്ത് വെച്ചിട്ട് മിക്സ് ചെയ്തിട്ടാണ് പിന്നെ ഇതിൽ പുരട്ടുന്നത്. ഇതിലോട്ട് തന്നെ ഡയറക്റ്റ് ഇട്ട് പുരട്ടുമ്പോൾ ഉണ്ടല്ലോ എല്ലായിടത്തും ശരിയായിട്ട് ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ആവുമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് പിന്നെ ഇതിലെടുത്തേക്കുന്നതെന്ന് വെച്ചാൽ എരി ഇല്ലാത്ത മുളക് പൊടി 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. എരിവുള്ള മുളക് പൊടി 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അത്രയും എടുത്തുള്ളൂ. ഇപ്പോൾ എത്ര കഷ്ണം മീനുണ്ടോ? 1, 2, 4, 5, 6, 7, 8, 9 പീസുണ്ട്. അപ്പോൾ അതിന് എടുത്തേക്കുന്നത് 1 ടേബിൾ സ്പൂൺ എരിവില്ലാത്തതും, അര ടീസ്പൂൺ എരിവുള്ളതും, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും, ഉപ്പും, പിന്നെ 1 ടീസ്പൂൺ മഞ്ഞപ്പൊടിയും, പിന്നെ 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയും. ഇത്രയും ഞാൻ ഇട്ടിട്ടുള്ളൂ. ഇതിന് ഞാൻ വെള്ളമിട്ട് മിക്സ് ചെയ്യാൻ പോവാം. മീൻ കഴുകി വെക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇച്ചിരി വെള്ളം ഊറുമല്ലോ, അപ്പോൾ അത് ആദ്യം അങ്ങ് കളയാം. ഇനി ഇതിൽ ഓരോന്നായിട്ട് നമുക്ക് മസാല വരട്ടാം. അപ്പം ഞാനിങ്ങനെ പ്രത്യേകം മിക്സ് ചെയ്യുന്നത് എന്തിനാണെന്നറിയോ? നമ്മളിങ്ങനെ പ്രത്യേകം മിക്സ് ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് ആ മസാല നക്കി നോക്കി ഉപ്പുണ്ടോ നമുക്ക് നോക്കാം. മീനിൽ മസാല ഇട്ട് ഉപ്പ് കറക്റ്റ് ഉണ്ടോ നോക്കണേ, മീനിൽ നക്കി നോക്കണ്ടേ, അത് എനിക്കിഷ്ടമല്ല, മനമറിയും. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തിട്ട് ഇതിൽ ഉപ്പുണ്ടോ നോക്കും. ഇല്ലെങ്കിൽ കുറച്ചും കൂടെ ആവശ്യമുള്ള ഇടും. ഇപ്പം ഞാൻ അതിൽ ഇട്ടത് കറക്റ്റ് ഉപ്പായിരുന്നു. ഉപ്പിന് മീനിൻ്റെ മസാലയ്ക്ക് ഉപ്പിടുമ്പോഴേ കുറച്ചൊന്ന് എക്സ്ട്രാ ഇടുന്നത് നല്ലതായിരിക്കും. നമുക്ക് കറക്റ്റ് ആണെന്ന് തോന്നിയാലോ നമ്മൾ ചിലപ്പോൾ മീൻ വറുത്തെടുക്കുമ്പോൾ അതിൽ ഉപ്പ് കുറവ് പോലും പലതവണ എനിക്ക് അങ്ങനെ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ചെറിയൊരു തൂക്കം മുമ്പോട്ടിടും ഉപ്പ്. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് എല്ലാ മീനിലും കറക്റ്റ് ഉപ്പും മസാലയും പിടിക്കും. ഇങ്ങനെ ഞാൻ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ എടുക്കുമ്പോൾ നന്നായിട്ട് പിടിക്കും. പിന്നെ ഓരോ മീൻ നമ്മൾ പുരട്ടുമ്പോൾ ഉള്ള ഗുണം ഇതിൽ ഈ മുള്ളുമൊക്കെ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നത് നമ്മുടെ കയ്യിൽ കൊള്ളത്തില്ല. ഗ്ലൗസ് ഉള്ളവരെ ഗ്ലൗസ് ഇട്ട് ചെയ്യുക, അതായിരിക്കും നല്ലത്. ഇത് പുരട്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് വെക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പം ഇത് ഞാനിപ്പോൾ ഇന്നലെ 2 മീൻ മേടിച്ചായിരുന്നു, 2 സീബ്രീം. അപ്പോൾ അതിൻ്റെ കുറച്ച് കഷ്ണങ്ങൾ ആ തലഭാഗമൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കറി വെക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ കറി വെക്കുമ്പോൾ ഞാൻ എടുത്ത് കാണിക്കാമേ. ഞാൻ ഈയിടയ്ക്ക് സാധാ ഒരു മീൻകറി എൻ്റെ അമ്മ വീട്ടിൽ വെക്കുന്ന പോലെ സാധാ മുളകിട്ട മീൻകറിയൊന്നുമല്ല, മല്ലിപ്പൊടിയൊക്കെ ഇട്ട് വെക്കുന്ന മീൻകറി. അപ്പോൾ ഇതിൻ്റെ ബാക്കി വന്ന കഷ്ണങ്ങൾ വെച്ച് ഞാൻ വിചാരിക്കുക
സാധാരണ നമ്മൾ മുളകിട്ട മീൻകറി വെക്കത്തില്ല ആലപ്പുഴ സൈഡിലോട്ടൊക്കെ. ഞങ്ങളുടെ പത്തനംതിട്ട ഒന്നും അങ്ങനെ അധികം മുളകിട്ട മീൻകറി ആരും വെക്കാറില്ല. ഒത്തിരി അങ്ങ് കൊച്ചുള്ളി ഇട്ടൊന്നും ആരും വെക്കാറില്ല. പക്ഷെ മുളകിട്ട മീൻകറി നമ്മൾ വെക്കുമ്പോൾ നല്ലതായിട്ട് കൊച്ചുള്ളിയൊക്കെ ഇട്ട് വെച്ചാൽ നല്ല കുഴാന്നുള്ള ചാറ് വരും. പിന്നെ ഈ മീനിനുണ്ടല്ലോ നല്ല ഒരു എണ്ണമയമുണ്ട്, ഒമേഗ-3 നല്ലതായിട്ടുണ്ട്, നമ്മുടെ മത്തിക്കൊക്കെ ഉള്ള പോലെ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കറി വെക്കുമ്പോൾ അതിൻ്റെ ചാറിന് അതൊരു പ്രത്യേക ടേസ്റ്റ് വരും. ഈ മത്തിയുടെ നെയ്യ് വരുന്ന പോലെ ഇതിൻ്റെ നെയ്യ് അതിലോട്ട് ഇങ്ങനെ വരും, ആ ചാറിലോട്ട്. അപ്പം നല്ല ടേസ്റ്റാണ്. ഇതിലിപ്പോൾ ഞാൻ കറിവേപ്പില ഇട്ടല്ലോ കേട്ടോ. ഇഷ്ടമുള്ളവർക്ക് ഇതിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് വെക്കാം. അല്ലെങ്കിൽ നമ്മൾ വറക്കുന്ന എണ്ണയിലോട്ട് 3-4 കഷ്ണം കറിവേപ്പില ഇട്ടിട്ട് മീനായാലും മണ്ടയ്ക്കോട്ട് വച്ചാലും മതി. ഇപ്പം ഞാൻ നന്നായി മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാനൊരു ഇപ്പം രാത്രിയിൽ ഉണ്ടാക്കണം, അതുകൊണ്ട് ഞാൻ ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കാം, താഴെ ഫ്രീസറിലല്ല. അപ്പോൾ അതൊന്ന് സെറ്റായി വരും. ഫ്രിഡ്ജിലോട്ട് കയറ്റുവാണ്. ഞാൻ കപ്പ മുറിച്ച് വെച്ചിരുന്നതാണ്. അപ്പോൾ ഇത് അവിടെ എവിടെയൊക്കെ ചെറുതായിട്ട് കറുത്തിരിക്കും. ഞാൻ വെച്ചാൽ അതൊക്കെ ഒന്ന് മുറിച്ച് കളയാം. എന്നിട്ട് നമുക്ക് പകുതിയായിട്ട് മുറിച്ച് ചെണ്ടമുറിയനാക്കി വേവിക്കാം ഉപ്പിട്ട്. എനിക്ക് ഈ കറുത്തിരിക്കുന്ന കാണുമ്പോൾ ഞാനിന്ന് തിന്നത്തില്ല. അതുകൊണ്ട് അതിൻ്റെ ബ്ലാക്ക് കാണുന്നതൊക്കെ ഞാനൊന്ന് ചെത്തിക്കളയും. ഞാൻ ആക്ച്വലി ഇത് കടയിൽ നിന്ന് വാങ്ങിയപ്പോഴേ നല്ല ഭംഗിയുള്ള കപ്പയായിരുന്നു. ഞാൻ ഒടിച്ചു നോക്കിയിട്ടാണ് അവരോട് ഞാൻ പറഞ്ഞ എല്ലാം ഒടിച്ചു നോക്കി എന്നെ കാണിക്കണം. എന്നിട്ട് വാങ്ങി വീട്ടിൽ കൊണ്ടുവരുമ്പോൾ നമ്മൾ ഈ നാട്ടിൽ കിട്ടുന്ന പോലെയുള്ള, ഞാൻ അതുകൊണ്ട് ഇവിടെ അധികം കപ്പ വാങ്ങും. നമ്മൾ മേടിച്ചുകൊണ്ട് വീട്ടിൽ വന്ന് നോക്കുമ്പോൾ അവിടെ എവിടെയോ കറുത്തിരിക്കുന്നതാണ്. അങ്ങനത്തെ കപ്പ എനിക്ക് ഇഷ്ടമല്ല തിന്നാൻ. അപ്പം നമ്മൾ വേവിച്ച് വരുമ്പോഴും അതിൻ്റെ മണ്ടയ്ക്ക് ഇങ്ങനെ ഓരോ പാടുകളും, അത് അന്നേരം തിന്നുമ്പോൾ മനസ്സിന് പിടിക്കത്തില്ല. അതുകൊണ്ട് മാറ്റാൻ വല്ല ടിപ്സ് ഉണ്ടോ, അല്ലെ അത് തിന്നുന്നോണ്ട് വല്ല കുഴപ്പമുണ്ടോ ദോഷമുണ്ടോ അതൊക്കെ അറിയാൻ കമൻറ്റ് ചെയ്യണേ. ഞാനപ്പോൾ ഇങ്ങനെ കറുത്തൊക്കെ വന്നപ്പോൾ ഞാൻ വീട്ടിൽ വിളിച്ച് അമ്മയോട് ചോദിച്ചു, ഇങ്ങനെ തിന്നാം. അമ്മ വലിയ കുഴപ്പമൊന്നുമില്ലെങ്കിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ആ വലിയ കുഴപ്പമൊന്നുമില്ല, അവിടെ എവിടെയൊക്കെ ഒരു ചെറിയ കറുപ്പുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം വലിയ കുഴപ്പമുള്ള കപ്പയൊന്നും അല്ല. അപ്പം അതുപോലെ അടിപൊളി കപ്പയൊക്കെ കിട്ടണമെങ്കിൽ നമുക്ക് നാട്ടിൽ തന്നെ കിട്ടും. ഇതൊക്കെ ഇറക്കുമതിയല്ലേ അവിടെ നിന്ന് ഇടുന്നു അല്ലേ. ഞാൻ കപ്പയ്ക്കൊരു ചെറിയൊരു മീൻ വറുത്ത മാത്രമേ ഉള്ളൂ, ചാറില്ലല്ലോ. അപ്പം കപ്പയ്ക്കൊരു ചെറിയ ചമ്മന്തി ഉണ്ടാക്കും. വെളുത്തുള്ളി മുളക് ചുട്ടെടുക്കാൻ പോകും. മുളക് ചുട്ടെടുത്ത് വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുക്കും. എന്നിട്ട് അതിലോട്ട് ഉപ്പും വെളിച്ചെണ്ണയും, ഇത്രയേ ഉള്ളൂ. 6-7 മുളക്, എരിവുള്ള മുളക് ചുട്ടെടുത്തു, കുറച്ച് വെളുത്തുള്ളി അത് ചെറുതായിട്ടൊന്ന് മിക്സിയിൽ ചതച്ചെടുത്തിട്ട് ഉപ്പും വെളിച്ചെണ്ണയും കൂടെ മാത്രം ഇട്ട ചമ്മന്തിയായി. ഉപ്പും വെളിച്ചെണ്ണയും ഇതിലിനി ഉപ്പും വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ ഇത് നമ്മൾ കപ്പേരോടൊക്കെ കഴിക്കാൻ റെഡിയായി. അല്ലി വെളുത്തുള്ളിയും ഒരു 5-6 മുളക്, വറ്റൽ മുളക് ഞാൻ ചുട്ടത് ചെറുതായിട്ട് ചതച്ചെടുത്തു. അതിലോട്ട് ആവശ്യത്തിന് നിങ്ങൾ ഉപ്പിടണം, കുറച്ച് വെളിച്ചെണ്ണ. കപ്പയ്ക്ക് നമ്മൾ മീൻകറി ഒന്നും വെച്ചിട്ടില്ല. അപ്പോൾ ഒരു ചാറിൻ്റെ അഭാവം, അതുകൊണ്ട് ഞാൻ ഇതിങ്ങനെ ഉണ്ടാക്കും. അപ്പം മുളകിൻ്റെ എരി എൻ്റെ മെറുകെ കയറിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇച്ചിരി എരിവ് കുറവാണ്, നമ്മൾ കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതിയേ. ഇതാണ് നല്ല ചമ്മന്തി, അങ്ങനെ ഇരിക്കും. വെളുത്തുള്ളിയും മുളകും എല്ലാം ചതച്ചതാ. ഇത് കൂട്ടി കപ്പ തിന്നാൻ നല്ല ടേസ്റ്റ്. ഇത് മാത്രം മതി. ഇതും കപ്പയും ഒരു കട്ടൻ കാപ്പിയും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. ഇപ്പം മീനുള്ളതുകൊണ്ട് ലെറ്റ്സി. അപ്പം ഞാൻ മീൻ വറക്കാൻ പോവാ. അപ്പം സാധാരണ ഞാൻ മീൻ വറക്കാൻ പോലെ തന്നെ വറക്കുന്ന പോലെ ഗ്രൗണ്ട് ഓയിലാണ് മീൻ വറക്കണം. അപ്പം ചട്ടി ഇത് വെച്ചിട്ടുണ്ട്, പാന്. എൻ്റെ വെള്ളമയൊക്കെ ഒന്ന് ഉണങ്ങട്ടെ. ഇപ്പം എൻ്റെ കപ്പ വെന്തിട്ടുണ്ട്, ഞാൻ ഊറ്റാൻ പോകും. ഊറ്റി നല്ല വേവുന്ന കപ്പയാന്ന് തോന്നുന്നു. അടിപൊളി നല്ല ആവി വറക്കുന്നു. ഇനി എനിക്ക് എൻ്റെ മീനൊന്ന് വറക്കാൻ പോവാം. മീൻ വറക്കാൻ മാത്രം ഞാൻ ഗ്രൗണ്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ചില സമയത്ത് മെഴുക്ക് പുരട്ടിക്കൊക്കെ ഗ്രൗണ്ട് ഓയിൽ യൂസ് ചെയ്യും.
അതിങ്ങനെ ഓരോരുത്തർ അതിൻ്റെ അമ്മ പറഞ്ഞ് ഗ്രൗണ്ട്നട്ട് ഓയിലൊക്കെ നല്ലതാണ്. ചിലർ പറയും ഗ്രൗണ്ട്നട്ട് ഓയിലും നമ്മുടെ മസ്റ്റർഡ് ഓയിലും അതിലൊക്കെ മീൻ വറുക്കുന്നത് കുറച്ചുകൂടെ ഹെൽത്തി. നമ്മൾ ഓൾറെഡി മീൻ വറുക്കുമ്പോൾ നമ്മൾ ഒരുപാട് എണ്ണ ഇടുമല്ലേ, അപ്പം ഇങ്ങനത്തെ ഒക്കെ എണ്ണയാണ് കുറച്ചുകൂടെ നല്ലതായി സൺഫ്ലവർ ഓയിലിനെ കാട്ടി. അതുകൊണ്ടാണ് ഇത് പ്രിഫർ ചെയ്യുന്നത് ഇതിനൊക്കെ. മീനിൻ്റെ ഈ നെയ്യാണ് ഇതിൽ നിന്ന് ഇറങ്ങി ഈ വെള്ള കളറിൽ കാണുന്നത്. കപ്പ ചെണ്ടമുറിയൻ റെഡി, ഫിഷ് ഫ്രൈ റെഡി. അടിപൊളി വെളുത്തുള്ളിയും വറ്റൽമുളകും ചുട്ട് പിന്നെ അരച്ച് ചെറുതായിട്ടൊന്ന് ചതച്ച് മിക്സിയിൽ ചതച്ചെടുത്തു. ഇച്ചിരി വെളിച്ചെണ്ണ ഉപ്പ് അത്രേ ഉള്ളൂ. ഇതിൽ വേറെ പ്രത്യേകിച്ച് വലിയ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല. കപ്പ നല്ല വേവുന്ന കപ്പയാണ് കേട്ടോ. വേവുന്ന കപ്പയാണ് ഇഷ്ടം. എനിക്കാണെങ്കിൽ വേവാത്ത കപ്പയാണ് ഇഷ്ടം. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങൾ. കപ്പയും മീൻ ഫ്രൈയും മുളക് ഫ്രൈയും പിന്നെ ഗ്രീൻ ടീ അല്ലേ, അതാണ് നമ്മുടെ ഇന്നത്തെ കട്ടൻ കാപ്പിക്ക് പകരം ഗ്രീൻ ടീ. കത്ത കൊണ്ടുവരുക നല്ല അടിപൊളി മീൻ വറുത്തത് ഫ്രൈ ഫ്രൈ. നല്ല മീൻ വറുത്തത്, കപ്പ, മുളക് ചമ്മന്തി. അപ്പം ഞങ്ങള് ഡിന്നർ കഴിക്കാൻ പോവാണ്. ഏറെ നാളായി നമ്മള് കപ്പയൊന്നും അങ്ങനെ വാങ്ങാറില്ല. എനിക്ക് തോന്നുന്നു ബിക്കോസ് എനിക്ക് എപ്പോഴും ഒരു ഫീലിംഗ് എന്ന് പറഞ്ഞാല് നാട്ടിലെ കപ്പയ്ക്ക ടേസ്റ്റ് എന്ന് എന്റെ മനസ്സിൽ എപ്പോഴും ഒരു ലാസ്റ്റ് ടൈം നാട്ടിൽ പോയപ്പോഴാണ് നമ്മള് കപ്പ മേടിച്ചത് കഴിച്ചതും. അപ്പൊ എനിക്ക് എപ്പോഴും നാട്ടിലെ കപ്പയോടെ കൂടുതൽ ഇഷ്ടം. അപ്പം ഇന്നലെ ഞങ്ങള് മാർക്കറ്റിൽ പോയപ്പോ അവിടെ കിടക്കുന്നുണ്ട് അടിപൊളി കപ്പയായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു ഇവിടെ കൊണ്ടുവന്നത് ശരിയായിട്ട് അതിനെ പരിപാലിക്കാത്തതുകൊണ്ട് അതിന് ചെറിയ കറുപ്പൊക്കെ വന്ന്. അപ്പം അവിടെ കിടപ്പോൾ ഞാൻ മീനും വാങ്ങിയത് ഞാൻ വെച്ചാൽ കപ്പയും മീനും തിന്നേ പറ്റൂ. കുറേ നാളായി. ഇപ്പം കറി ഇന്നും ഉണ്ടാക്കിയില്ല, എനിക്ക് സമയം കിട്ടില്ല. കുറച്ച് തലവേനൊക്കെ ഉണ്ടായിരുന്നു, വയ്യായിരുന്നു. അതുകൊണ്ടാണ് ഫ്രൈ ഉണ്ടാക്കി. അപ്പോൾ ചാറില്ലാത്തതുകൊണ്ട് നല്ല ചമ്മന്തിയും ഉണ്ടാക്കി. ഞാൻ അമ്മയോട് പറഞ്ഞ് വീട്ടിൽ വിളിച്ചപ്പം മീൻ വറക്കാനേ എനിക്ക് പറ്റൂ, ഇന്ന് എനിക്ക് ഇനി കറിയൊന്നും വയ്ക്കാൻ പറ്റും. അമ്മ പറഞ്ഞാൽ പിന്നെ നീ ഒരു ചമ്മന്തി ഇങ്ങനെ ഉണ്ടാക്കുക. ഇതൊക്കെ എൻ്റെ അമ്മയുടെ റെസിപ്പീസാണ് ഈ ചമ്മന്തിയൊക്കെ. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചെന്താ പറയുക, ഞാൻ വെച്ച് പച്ചമുളകും കൊച്ചുള്ളിയും കൂടെ ചതച്ച് വെളിച്ചെണ്ണയൊക്കെ ഇട്ടോട്ടെ. അപ്പം ഞാനിങ്ങനെ അമ്മയോട് സംസാരിച്ചു, ഞാൻ ഇന്ന് പച്ചമുളകിൻ്റെ ചമ്മന്തി ഉണ്ടാകുമ്പോൾ കപ്പയ്ക്ക് അമ്മ പറഞ്ഞു പച്ചമുളകിൻ്റെ ചമ്മന്തി നമ്മുടെ മധുരക്കിഴങ്ങൊക്കെ ഉണ്ടല്ലോ, അതുപോലെ ഏത്തക്ക പച്ചേത്തക്ക പുഴുങ്ങി അതിനൊക്കെയാണ് നല്ലത്. ഇതൊക്കെ പറയുമ്പോൾ എൻ്റെ വായിൽ വെള്ളം വരുന്നു. അപ്പോൾ അതിനൊക്കെയാണ് ടേസ്റ്റ്. കപ്പയ്ക്കാണെങ്കിൽ നമ്മൾ വെളുത്തുള്ളി ഇട്ടുണ്ടാക്കുന്ന, അതുപോലെ ഈ നല്ല എരിവുള്ള ഈ വറ്റൽമുളക് വെച്ച് ചതച്ചുണ്ടാക്കുന്നതിന് കൂടുതൽ രുചി വെളിച്ചെണ്ണ ഒഴിച്ച്. അതെന്ന് വെച്ചാൽ അന്ന് അമ്മയുടെ സജഷൻ ഞാൻ ഏറ്റെടുത്തിട്ട് ഞാൻ അത് തന്നെ ഒന്ന് ഉണ്ടാക്കി. ഇതാണ് ഞങ്ങളുടെ സ്പെഷ്യൽ ഡിന്നർ. ഞങ്ങൾ കഴിക്കാൻ പോവാണേ. ചോട്ട വ്ളോഗ്, കപ്പയും മീനും ഇതിൻ്റെ ചമ്മന്തിയുടെയും വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റും ചെയ്യണം. അതുപോലെ എൻ്റെ ഈ ഒരു ചമ്മന്തി ഇത് ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് ഓക്കെ, ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കിയില്ലാത്തവർ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ ചമ്മന്തി മീൻ വറുക്കുന്ന എല്ലാവർക്കും അറിയാമല്ലോ മോസ്റ്റ്ലി. അപ്പോൾ ഈ ചമ്മന്തി ഉണ്ടാക്കി കപ്പയുടെ കൂടെ കഴിച്ച് നോക്കണം, ഒരു കട്ടൻ കാപ്പിയും കൂടെ ഇട്ട് കഴിച്ച് നോക്കണം, അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. സോ ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ വ്ളോഗ്. ബൈ ബൈ, സി യു, ടേക്ക് കെയർ until we meet next time. Bye bye, see you, good night. അപ്പം നമ്മൾ കപ്പ, ഫിഷ് ഫ്രൈ, മുളക് ചമ്മന്തി അല്ലേ? ചമ്മന്തി നല്ല സൂപ്പർ. ചമ്മന്തി അടിപൊളിയാ. കഴിച്ചോട്ടെ. സൂപ്പർ. നമ്മുടെ വീട്ടില് ചമ്മന്തി ഉണ്ടാക്കാറില്ല. അത് ഉള്ളിയും പച്ചമുളകൊക്കെ ഇട്ട് വേറൊരു ടൈപ്പ്. അത് ഇനി ഞങ്ങൾ വേറൊരു വീഡിയോയിൽ കാണിക്കുന്നതാണ്. ഇത് ഡിഫറെൻറ്റ് ടൈപ്പ്. അപ്പം നിങ്ങൾക്ക് ഇനിയും ഇതുപോലെ നല്ല നല്ല വീഡിയോസും നല്ല നല്ല റെസിപ്പീസും നല്ല നല്ല ഫുഡ് അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ കാണാനും
കൂടുതൽ സംസാരിക്കാനൊക്കെ നമ്മുടെ ഈ ചാനലിലെ വീഡിയോ നിങ്ങൾ കാണുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.